സദ്ഗുരു ശരണം. വിനായക സാറുമായിട്ടുള്ള പ്രഭാഷണത്തിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ സാറ് അന്ന് പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ്. അതിൽ ആശ്രമത്തിൻ്റെ 20 വർഷത്തെ ചരിത്രങ്ങൾ വരും. വിനായക സാറ് ഗുരുവായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇതിൽ സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ ചോദിച്ചതിന് ഉപരിയായി മറ്റെന്തെങ്കിലും അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സംബന്ധമായിട്ട് ഉള്ള സംശയങ്ങൾ ഇതിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തിയാൽ അതിൻ്റെ ഉത്തരങ്ങളും ശ്രീ വിനായക സാർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ ഒരിക്കൽ പത്രം വായിച്ച് ഏൽപ്പിക്കാം. ഗുരു 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഞാനൊരിക്കൽ പറഞ്ഞു, ഗുരു എനിക്ക് പേടിയുണ്ട്, അതൊന്ന് മാറ്റിത്തരണം. പേടി വേണോടാ, അല്ലെങ്കിൽ തെറ്റ് പറ്റുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ റഷ്യയിലൊരു പ്ലെയിൻ പൊക്കാൻ കമ്പ്യൂട്ടർ സമ്മതിക്കുന്നില്ല. അതെന്താണ്? ഞാൻ പറയാം, അത് കമ്പ്യൂട്ടർ പറയുന്നു ഈ പൈലറ്റിന് പേടിയില്ല, അതുകൊണ്ട് അപകടം ഉണ്ടാക്കും, അതുകൊണ്ട് അയാൾ പ്ലെയിൻ ഓടിക്കണ്ടെന്ന് കമ്പ്യൂട്ടർ. നമ്മൾ ഈ സ്കൂട്ടറോ കാറൊന്നും എടുക്കാനോ പ്രഷറൊന്നും കൂടും, നമ്മളറിയത്തില്ല. അപ്പോൾ ഇവന് പ്രഷർ കൂടുന്നില്ല, അവന് ഭയമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഭയം മാറ്റണമെന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞിട്ട് ഉടൻ കിട്ടി. പിന്നെ ഒരിക്കൽ പേപ്പർ ഈ ഓസോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പാളി. അതേ നമ്മുടെ ധ്രുവ പ്രദേശത്ത് ഓസോൺ പാളി പോയിരിക്കുന്നു, ഭൂമിയിൽ ചൂട് കൂടുമെന്നൊക്കെ വായിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ഉള്ളിത്തൊലി പോലെ ഒരു പാട ഇരിക്കുന്നുണ്ട്, സൂര്യൻ്റെ മാരകമായ രശ്മികൾ ഇങ്ങോട്ട് വരാത്തത്. അതിന് നമ്മുടെ അവിടെ വലിയ ഹോള് വീണെന്നാണ് പറയുന്നത്. അതിനിപ്പോൾ എന്തെങ്കിലും കൂടെ അത് സാരമില്ലടാ, അത് പ്രകൃതി തന്നെ അങ്ങ് അടയും. 2 ആഴ്ച കഴിഞ്ഞപ്പം ഈ ഹോള് അടഞ്ഞായിട്ട് വാർത്ത മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വന്നിടയ്ക്കൊരു സംഭവം കിട്ടും. ഞാനിങ്ങനെ വരുമ്പോൾ ആ പർണശാലയുടെ മുമ്പിൽ ഗുരുവും വേറെ ആളുമായിട്ട് നിൽക്കുക, ഇവിടെ ഷോപ്പി, മനസ്സിലായില്ലേ? അപ്പോൾ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ ഈ ആസ്വദിച്ച് ചെന്നിടയ്ക്ക് എന്നെ ആദ്യമേ ഗുരു സാറേ ഇവരെല്ലാവരും എന്നെ സാറെന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ഇനി സാറ് പറയുന്ന ഗുരു പർണശാലയ്ക്കകത്തോട് കയറിപ്പോയി, എന്തോ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനെ ഷോഫി എന്നോട് ചെറുതായിട്ട് സൂചിപ്പിച്ചു, ഒരു പടം പിടിക്കുന്നതിന് ഗുരുവിൻ്റെ അനുവാദത്തിനാണെന്നൊക്കെ പറഞ്ഞു. സാറൊന്ന് വാങ്ങിച്ചു തരണമെന്ന്, എൻ്റെ ഇരിക്കാമെന്ന് അനുവാദം. ഗുരു ഞങ്ങളെ 2 പേരും അകത്തേക്ക് വിളിച്ചു. ഒരു വലിയ ചരുവം, അതിനകത്തൊരു ആണിയിട്ടാൽ ആ സുഷൃതി കൂടെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ അതിൽ കൂടെ കാണുന്നത്, പക്ഷേ ഇത് മൊത്തത്തിലിടുന്ന സുഷൃതി കൂടെ എന്ത് കാത്തണം, അത്രയും ഞാൻ കാണുന്നുണ്ട്. അതാണ് നിങ്ങൾ ഞാനുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെയുണ്ടോ? KP വൈദ്യർ പറഞ്ഞില്ലേ, പിന്നെ സ്വല്പം പൊക്കം സ്വല്പം കുറഞ്ഞും കനലിലൊഴുകുമ കാഞ്ചനത്തിൻ്റെ ശോഭയ്ക്കൊക്കും ഗാത്രം തല അഖിലത്തെയും കാണുമാറുള്ള കണ്ണും. ഇപ്പോൾ ഗുരു അഖിലത്തെയും കാണുന്നുണ്ട്, നമുക്കത് മനസ്സിലാവുന്നില്ല. ഗുരു ഒരിക്കലും ഞാനിങ്ങനെ കാണുന്നു പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. സാർ, അടുത്തൊരു കാര്യം ചോദിച്ചാൽ, ഒരു പുതിയ വ്യക്തി, ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ സാറിനോട് ഗുരു എന്താണ്, ഗുരുവിനെ കുറിച്ച് ചോദിച്ചാൽ സാർ എങ്ങനെയായിരിക്കും അയാൾക്ക്, ഈ പുതിയ തലമുറയിൽപ്പെട്ടൊരു ജനറേഷനോട് സാറ് എങ്ങനെയായിരിക്കും ഗുരുവിനെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക? അതായത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം, അറ്റൈൻമെൻ്റ് എന്ന് പറയുന്നത്, അച്ചീവ്മെൻറ്റ്, ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം ആത്മാവിന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്, ഇവരെ ആത്മജ്ഞാനികളെന്ന് പറയും. അപ്പോൾ ഈ ജ്ഞാനം സമ്പാദിക്കുക. ധ്യാനം ശൃണു മഹാദേവി ജ്ഞാനമുത്പത്തിതേ സ്വയം എന്നാണ്. നമ്മുടെ ത്യാഗം, സത്യസന്ധത, പിന്നെ അങ്ങനെയുള്ള ധ്യാനാദി കർമ്മങ്ങളിലൂടെ ജ്ഞാനത്തിലെത്താം. അങ്ങനെ ജ്ഞാനത്തിലെത്തുക എന്നുള്ളതാണ് എല്ലാ സകല ചരാചരങ്ങളുടെയും ലക്ഷ്യം. പക്ഷേ നമ്മൾ മണ്ണ്, പെണ്ണ്, സ്വർണ്ണം, ഇതിൻ്റെ പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അവിടെ വന്നേ പറ്റും. അപ്പോൾ അയാൾ കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തായിരുന്നു, ഇനി എന്താവണം എന്നുള്ള കാര്യം നമ്മളെ മനസ്സിലാക്കി തരാൻ ത്രികാലജ്ഞനായ ഒരു ജ്ഞാനിക്ക് സാധിക്കും. അങ്ങനെയുള്ളൊരു ജ്ഞാനിയെ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്നതല്ല. ഇവിടെ കാലാകാലങ്ങളിൽ ധാരാളം അവതാരങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവരുമായിട്ട് പല ജന്മങ്ങളിൽ പലപ്പോഴും ബന്ധപ്പെട്ടവർക്ക് മാത്രമേ അവരോട് അടുക്കാൻ പറ്റൂ. അല്ലാത്തവർ അടുക്കാത്തത് കുറ്റവും തെറ്റൊന്നുമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ആത്മജ്ഞാനിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ എല്ലാവർക്കും അവർ പറയുന്ന മനസ്സിലാവണമെന്നില്ല, അനുസരിച്ചോളണമെന്നില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കാലത്തിൻ്റെ ധർമ്മം മനസ്സിലാക്കി അതനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവനിലുണ്ടാകുന്ന മാറ്റത്തിലൂടെ, അതായത് മനുഷ്യൻ, ദേവൻ, ദേവേന്ദ്രൻ, സന്യാസി, ഋഷി, മഹർഷി, ബ്രഹ്മവിത്ത്, ബ്രഹ്മവിര്യൻ, ബ്രഹ്മവിഷ്ടാൻ, ഈ രീതിയിലുള്ള അവസ്ഥകൾ കടന്നിട്ട് നമ്മൾ ബ്രഹ്മം എന്താണെന്ന് അറിയുന്ന സമയത്താണ് നമ്മൾ ബ്രഹ്മജ്ഞാനിയാവുന്നത്. ഈ രീതിയിലുള്ള ജീവിതചര്യയിലേക്ക് പോകാൻ സാധിച്ചാൽ നല്ലത്. അതിനുള്ള ശരിയായ ഒരു വഴികാട്ടി, ഒരു മാർഗദർശനമായിരുന്നു ഗുരുവിൻ്റെ ജീവിതം. ബ്രഹ്മശ്രീ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞ ആളെന്നാണ്.
അറിഞ്ഞ ആളിനെ കുറിച്ച് മാത്രമേ ബ്രഹ്മശ്രീ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, സാധാരണ എല്ലാവരും കൂടെ ചേർക്കാറുണ്ട്. ശരിക്കും ബ്രഹ്മശ്രീ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞ ആളെന്നർത്ഥം. സാർ, അത് ഞാൻ പറഞ്ഞു കേട്ടതാണ്, എനിക്കറിയത്തില്ല. സഹകരണ മന്ദിര സമർപ്പണത്തിന് തൊട്ട് മുമ്പ് ഒരു വണ്ടിയിലൊരു സന്ദേശവാഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗുരു പറഞ്ഞു, എൻ്റെ പേരിൻ്റെ കൂടെ അങ്ങനെ വിശേഷണങ്ങളൊന്നും വേണ്ട, ശ്രീ എന്ന് പോലും ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു കേട്ടു. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെന്താ പറഞ്ഞത്, അതൊന്ന് പറയാം. അല്ല, ഗുരുവിന് അങ്ങനെ വിശേഷങ്ങളോടുകൂടിയോ ഒരു പബ്ലിസിറ്റി പ്രസിദ്ധി അങ്ങനെയൊന്നും വയ്ക്കുന്ന ഗുരു ഇഷ്ടമായിരുന്നില്ല. ഗുരുവിൻ്റെ ഫോട്ടോ ഒന്നിലും പബ്ലിഷ് ആയി സമ്മതിച്ചിരുന്നില്ല. നമ്മുടെ മാസികയിൽ പോലും ഗുരുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടില്ല. പക്ഷേ അവസാനം ഒരിക്കൽ സ്വാമി അത് ചെയ്തു. ഇങ്ങനെയാണ് ഈ സംഗതി. അതായത് ഗുരു അതൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, സമ്മതിച്ച്. പിന്നെ ആളുകൾ സ്വാതന്ത്ര്യം വെക്കാറുണ്ട്. ഗുരു പറയുന്നത് ഈ സങ്കല്പമാത്രേണ പരമേശ്വര എന്ന വേദവിധി പ്രകാരം ഒരു ആത്മജ്ഞാനിക്ക് ഭൂമിയിൽ ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ നമ്മളോട് പറയുന്നതാണ്, ഞാനത് ചെയ്യും അങ്ങനല്ല, നിങ്ങൾ പ്രാർത്ഥിച്ച് ഈശ്വരകാരുണ്യം പോലെ നടക്കട്ടെ എന്നല്ല അത് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഗുരു എപ്പോഴും നാരായണ ഗുരു എന്ന് മാത്രമേ പറയാറുള്ളൂ. എന്നാൽ എല്ലാവരും ശ്രീനാരായണ ഗുരു, ഗുരുദേവൻ എന്നൊക്കെ പലരും ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഗുരു എപ്പോഴും, ഗുരുവിൻ്റെ വാണി എപ്പോൾ കേട്ടാലും എന്നത്ത് നാരായണ ഗുരു എന്ന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതും കൂടെ കണക്ട് ചെയ്തു. ഗുരു അങ്ങനെ നമുക്ക് മാതൃകയായിരിക്കുക. ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ വേറെ വിശേഷണങ്ങളൊന്നും വേണ്ട, പേര് മാത്രം ഗുരു എന്ന് ചേർത്ത് പറയുമ്പോൾ അത് സമ്പൂർണ്ണമാകുന്ന രീതിയിലല്ലേ? അങ്ങനെ ആയിരിക്കും. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ ആളുകൾ ഇങ്ങനെ ചേർക്കാറുണ്ട്. പിന്നെ ശ്രീകൃഷ്ണൻ, നമ്മൾ ശ്രീകൃഷ്ണൻ എന്നല്ലേ പറയാം, ശ്രീരാമൻ, അവരുടെ പേര് രാമനെന്നും കൃഷ്ണനൊക്കെ അല്ലേ. അപ്പോൾ അത് ആ വാക്കുകൾ പ്രയോഗിക്കുന്നവരെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി അത് ചേർക്കും. പക്ഷേ അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛാന്ന് വിളിച്ചാൽ പോരെ, ബഹുമാനപ്പെട്ട അച്ഛൻ വിളിക്കണം, അച്ഛാന്ന് വിളിക്കാറില്ല. വേണ്ട ആവശ്യം. അതിന് അത്രയും ഉയർന്ന വാക്കാണത്. പിന്നെ അതിനകത്ത് ഗുരു എന്ന് പറയുമ്പോൾ ഗുരു സകല ധർമാത്മാ എന്നാണ്, ഗുരോഹോ പരമദൈവതം, മനസ്സിലായില്ലേ? പിന്നെ അതിനകത്ത് വേറെ വിശേഷത്തിനും ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ശ്രീ ദൈവം എന്ന് പറയണം. ദൈവത്തിനൊരു വാക്കേ ഉള്ളൂ, ദൈവം. ഗുരുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ സാറിന് ഒരുപാട് ഓർമ്മ ഉണ്ടാവും. എന്നാൽ ഗുരുവിനെ കുറിച്ച് പെട്ടെന്ന് വരുമ്പം ഒരു സന്തോഷം തോന്നിയ ഒരു മൊമെൻ്റ് ഒന്ന് വിശ്വാസികൾക്കായിട്ട് പങ്കുവെക്കാൻ പറ്റും. അല്ല, പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷം. ഒരിക്കലേ എനിക്ക് നേരെ മൂത്തൊരു ചേട്ടൻ ഇപ്പോൾ ഇല്ല പോയി, RSS പ്രചാരകനായിരുന്നു. ഞാൻ ശ്രീകാര്യത്ത് താമസിക്കും, ഒരു അദ്ദേഹം അവിടെ വന്നു. അപ്പോൾ സംസാരിച്ച് ഞാനിങ്ങനെ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക അദ്ദേഹം അറിയാമായിരുന്നു. സംസാരിച്ച് വന്ന് ഞങ്ങൾ തമ്മിലൊന്ന് പിണങ്ങി. എന്താ കാര്യം എന്ന് പറയാം, നമ്മൾ ഈ ദേവീദേവന്മാരെ ഒന്നും ആരാധിക്കത്തില്ലല്ലോ. അപ്പോൾ ഈ ദേവീദേവന്മാരൊന്നും വേണ്ട, ഗുരു മാത്രം മതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് എന്തോ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ എനിക്ക് അതിന് മറുപടി പറയേണ്ടി വന്നു. പെട്ടെന്ന് ഗുരു വീട്ടിൽ വന്നു. അപ്പോൾ ഗുരു അതുവഴി എവിടെ പോയാലും ഞാനറിയും, അല്ലെങ്കിൽ സിറ്റിയിലോട്ട് പോയാലും ഞാനറിയും, ഇതൊന്നും അറിയുന്നില്ല. പെട്ടെന്ന് ഗുരു വീടിൻ്റെ ആ മുറി വന്ന് കയറി. എന്നിട്ട് എന്നോട് ചോദിച്ച്, ഇതാ നമ്മൾ ചേട്ടൻ ഇപ്പോൾ എവിടെ? ഞാൻ ബന്ധുക്കളോട് വേദാന്തം പറയാൻ പാടില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടായോ എന്ന് എന്നോട് ചോദ്യം ചോദിച്ചു. ഞാൻ ആകെപ്പാടെ അങ്ങ് ഞെട്ടിപ്പോയി. എൻ്റെ മൂത്ത ചേട്ടനാണ്. അദ്ദേഹമാണ് ആദ്യം RSS പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാനും ബന്ധപ്പെട്ടു. ഇങ്ങനെ വന്നിട്ട് ഈ വിഷയം, കാരണം ബന്ധുക്കളോട് വേദാന്തം പറഞ്ഞാൽ അകന്നു പോവും, അതുകൊണ്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. കാരണം അപ്പോൾ ഗുരു അവിടെ വരാൻ ഒരു സന്ദർഭവും ഇല്ല, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പല സന്ദർഭങ്ങളുണ്ട്. പിന്നെ എന്നെ ഡൽഹിയിൽ അയച്ചു, കാവ്യമൊക്കെ തന്നു. പരമ്പരയിൽ ആകെ കാവ്യ ഗുരു കൊടുത്തുള്ള എനിക്ക് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ഒരു ദിവസം അവിടെ ഒരു ഫ്ലാറ്റിലാണ് ഞാൻ താമസിച്ചുകൊണ്ടാണ്, കരോൾ ഭാഗം എന്ന് പറയും. KR ഷെട്ടിയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് നല്ല തണുപ്പ്, എൻ്റെ കമ്പിളിയൊന്നുമില്ല. ഞാനപ്പം ഗുരുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഒരു ചൂട്, എന്നെ എന്തോ പുതപ്പിച്ചിരിക്കുന്നു. നേരം വെളുത്തപ്പോൾ ഒന്നുമില്ല. ഞാൻ റാവു നായുടെ പേര് നമ്മുടെ റൂംമേറ്റ് ഉണ്ട്. അയാൾ ചോദിച്ചു, ഇല്ല ഒന്നും ചെയ്യില്ല പറഞ്ഞു. ആരോട് തന്നെ പുതപ്പിച്ച്, തണുപ്പ്, ഡൽഹിയിൽ തണുപ്പ് അറിയാവേ, തണുപ്പില്ല ഒന്നുമില്ല, സുഖമായിട്ട് ഞാൻ കിടന്നു. ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങളിൽ അപ്പോഴപ്പോൾ ഉണ്ടായിട്ട വൈഷമ്യങ്ങൾ നമ്മൾ പോലും അറിയാതെ പരിഹരിച്ചെന്ന് ഒരുപാട് സംഭവമാണ്. അഖണ്ഡനാമത്തെക്കുറിച്ച് പറയുന്നത്, ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ, ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഇത് മതി, ഇനി അത് ജപിച്ചെല്ലാം ചെയ്തോളാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞനുസരിച്ചാണ് അങ്ങനെ ജപിച്ച് വന്നത്. ഞാൻ ചെല്ലുമ്പോൾ ഉള്ള സ്ഥിതിയത. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ എന്നോട് ജപിക്കാൻ പറയും. ഗുരു അതിന് മടിയൊന്നും പറഞ്ഞില്ല. ഇത് ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം അറിഞ്ഞത്, ഈ 3 വരി പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുപാട് ദുരിതങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്നു എന്ന് കൊണ്ട് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാനും 2 വരിയെ പ്രാർത്ഥിക്കുന്നുള്ളൂ. പ്രത്യേക അനുഭവം ഉണ്ടായിട്ടല്ല, എനിക്കങ്ങനെ തോന്നി, അത്രേ എനിക്ക് പറയാൻ അറിയാവൂ.
ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഗുരു തന്നെ എഴുതിച്ചെന്ന് പറയുന്നുണ്ട്. ഇല്ല, പ്രാർത്ഥനാലയത്തിന് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞില്ല. 3 പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം പലരും ഇന്ന് പ്രാർത്ഥിച്ച് ദുരിതങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ അത് നിർത്തി കേട്ടിട്ടുണ്ട്. ഗുരുവിൻ്റെ ദേഹവിയോഗത്തെക്കുറിച്ച് സാറിൻ്റെ ആ മെയ് 5-6 ദിവസത്തെ സാറിൻ്റെ ഒരു മെമ്മറി ഒന്ന് പറയാം. അന്ന് 2:30 മണിക്കാണ് ഞാൻ ആശുപത്രി എത്തുന്നത്. ബാംഗ്ലൂർ അയച്ചിരുന്നു എന്നെ. ഞാൻ വന്നു. ഗുരു അവിടെ ഇരുന്ന് വന്നവർക്കെല്ലാം സാറ് ബാംഗ്ലൂർ പോയിരിക്കുമായിരുന്നു. ഗുരു പറഞ്ഞിട്ട് പോയതാ? ഒത്തിരി ദിവസം മുമ്പ് പോയതാ? ഒരാഴ്ച ആയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് അവർ 2 പേരും എൻ്റെ കൂടെ വന്നിരുന്നു. പക്ഷേ അന്നൊരു അബദ്ധം പറ്റിയേനെ. അവർക്ക് കന്യാകുമാരി പോകണമെന്ന് പറഞ്ഞു. ഞാൻ എസ് പറഞ്ഞു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ആശുപത്രി വരണമെന്ന് തോന്നി. അപ്പോൾ 2:30 എത്തിയന്ന്. 5-ാം തീയതി 2:30. അന്ന് 6-ാം തീയതി ഉച്ചയ്ക്ക് 2:30 എത്തി. അപ്പം ഗുരുവിൻ്റെ അടുത്ത് ഇവനുണ്ട്, ആ പാട്ടുകാരനുണ്ടല്ലോ, ഉത്തമനുണ്ട്, സ്നേഹാത്മസ്വാമി എന്ന് പറയും. അവരോട് ചില കാര്യങ്ങളെ ഗുരു പറഞ്ഞു. ഒന്നും ഇപ്പോൾ പറയണ്ട. എല്ലാവർക്കും മിഠായി കൊടുത്ത് എൻ്റെ കൈക്കും പിടിച്ച് നേരെ റൂമിലേക്ക് പോയി. അതെല്ലാം ഞാനും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മളാ സ്കൂളിൻ്റെ വരാന്തി ഇരിക്കുമ്പോഴാണ് പ്രേമാനന്ദ സാറിൻ്റെ മോൻ്റെ പേരെന്തോ, ബാലൻ ഓടി വന്നു. ഇപ്പോഴത്തെ ബാലൻ ഓടി വന്ന് ഞാൻ ആ സ്കൂളിൻ്റെ പിന്നെ ബെഞ്ചിരിക്കുക. ഞാൻ ഏതാണ്ട് 9 മണിക്കാണ് ഗുരുവിൻ്റെ അടുത്ത് പോയത്. ഈ പയ്യൻ ഓടിക്കണമെന്ന് പറഞ്ഞു. ഗുരു സുഖമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓടി ചെന്നപ്പോൾ സത്പ്രസ്വാമിയുണ്ട്, വേറെ 5-6 പേരൊക്കെ ഉണ്ട് അടുത്ത്. ഗുരു ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ബാത്റൂമിൽ നിന്ന് തോന്നുന്നു എൻ്റെ കൈക്ക് പിടിച്ച് വന്നത്. ഗുരു കട്ടിലേക്ക് കിടക്കുന്നു. പെട്ടെന്ന് ഗുരുവിന് ഒരു വല്ലാതെ വന്നിട്ട് ഗുരു ഇങ്ങനെ സൂക്ഷിച്ച് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സത്പ്രസ്വാമി എന്തോ വിളിച്ചു. അപ്പാ നിങ്ങൾക്ക് വലിയ വിളി വിളിച്ചു. അതും കഴിഞ്ഞപ്പോൾ ഈ സുവതയാണ് എന്തോ കൊടുത്തിട്ട് പോയത്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് അവർ പോയി കഴിഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേ ഗുരു അങ്ങ് സൈലൻ്റായി. അപ്പോഴേ നമ്മുടെ ജ്യോതിന്മാരെല്ലാവരും കൂടെ ചേർന്ന് പോത്തും കൊടുക്കുന്ന ഡോക്ടർമാരാരുണ്ട് വന്ന് നോക്കി. അവർ പറഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നിട്ടും പിന്നെ വണ്ടിക്കകത്ത് പോത്തം കൂട്ടാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അവർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പം മെഡിക്കൽ കോളേജിൽ പോകണമെന്നായി. പിന്നെ ഇയാൾ ജ്യോതിന്മാൻ ഞാൻ പറഞ്ഞു അപകടം വരും, പോയാൽ പിന്നെ പോസ്റ്റ്മോർട്ടം കഴിയാതെ കിട്ടത്തില്ല, ബോഡി കൊണ്ടുപോയാൽ. ഹോസ്പിറ്റലുകാരും പറഞ്ഞു അത് പോകുന്നത് അപകടമാണ്. ഇപ്പം അന്ന് രഞ്ജനുണ്ട്, 5-6 പേര് നടത്തുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അതിനകത്ത് തന്നെ തിരിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നു. പിന്നെ അവിടെ മുതൽ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു സന്യാസി, ഗുരുവിൻ്റെ സങ്കല്പത്തിൽ സന്യാസി എങ്ങനെ ഇരിക്കണമെന്ന്? ഈ സന്യാസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്വയം നസിക്കലെന്ന്. നമ്മളെ അറിയാനുള്ളതായ ശ്രമമാണ് ആ ശ്രമം. ഏത് ശ്രമം? ആ ശ്രമം. അപ്പോൾ സന്യാസിക്ക് ആദ്യമായിട്ട് വേണ്ടത് സ്വയം ഒരു ആത്മവിശ്വാസമാണ്. ഞാൻ അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരാംശമാണ്, അപ്പം ഞാൻ ഈശ്വരന് നിരക്കാത്തൊന്നും ചെയ്തുകൂടാൻ ചെയ്യത്തില്ല എന്നുള്ള ഉത്തമമായ ദൃഢവിശ്വാസം വേണം. അല്ലാത്തൊരു സന്യസിക്കാൻ പോയിട്ട് കാര്യമില്ല. അപ്പോൾ കൃത്യനിഷ്ഠ വളരെ ആവശ്യമാണ്. എന്തിനാ? അപ്പോഴേ ജീവന് വളർച്ചയുണ്ടാവും. ഡിസിപ്ലിൻ, കൃത്യനിഷ്ഠ. പിന്നെ ആഹാരാദികളെല്ലാം ഒരു ലഘുത്വമാണ്. മറ്റൊരാളെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കുക എന്ന് പറയുന്നത്, ഞാനിപ്പോഴും വീട്ടിലെ പാത്രം ഞാനാണ് കഴുകുന്നത് ഭക്ഷണം കഴിച്ചിട്ട്. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ തുണി നിങ്ങൾ വിശ്വസിക്കില്ല. എനിക്കിപ്പോൾ 10-76 വയസ്സായി. എനിക്ക് ഭാര്യയും മക്കളെല്ലാവരും ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ വസ്ത്രവും ഞാൻ തന്നെ കഴുകുന്നത്, വസ്ത്രം ഞാൻ തന്നെ പിന്നെ പാത്രം കഴുകുന്നു. സന്യാസി മറ്റൊരാളെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കുന്ന നിവൃത്തിയുള്ളിടത്തോളം ചെയ്യിച്ചുക. പിന്നെ നിത്യകർമ്മങ്ങൾ തെറ്റിക്കാതെ കൊണ്ടുപോകണം. എപ്പോഴും നമുക്ക് കവചമായിട്ട് ഗുരുവിൻ്റെ ഉപദേശ മന്ത്രം കൂടെ നിൽക്കും. ഗൃഹസ്ഥാശ്രമങ്ങളെക്കുറിച്ച് ഗുരു എന്താ പറഞ്ഞത്? ഗൃഹസ്ഥാശ്രമം എങ്ങനെ ഇരിക്കണം? കലിയുഗത്തിലെ സന്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഗൃഹസ്ഥാശ്രമം. കല്യാണം കഴിച്ചവൻ ഗൃഹസ്ഥാശ്രമം എന്ന അർത്ഥമില്ല. അവൻ ജീവിക്കുന്നത് അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രമല്ല, ലോകത്തിനും കൂടെ വേണ്ടിയാണ്. സന്യാസി ജീവിക്കുന്നതോ അവന് ഭാര്യയും മക്കളും ഇല്ല, അവൻ മൊത്തത്തിൽ ലോകത്തിന് സമർപ്പിച്ച ജീവിതമാണ്. സന്യാസിക്ക് ഭാര്യയുടെയും മക്കളെയും കൂടെ കാര്യം കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ മക്കളെ വളർത്തുന്നത് അവനും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രയോജനം വരാൻ വേണ്ടി മാത്രം ആയിക്കൂടാ. ഈ കുഞ്ഞ് ലോകത്തിന് ഉപകാരപ്രദമായിരിക്കണേ എന്നുള്ള സങ്കല്പത്തിൽ വളർത്തണം. ഈ ആശ്രമത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയ്ക്കും ശാന്തിഗിരി പ്രസ്ഥാനം എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രസ്ഥാനം എങ്ങനെയാണ് മുമ്പോട്ട് പ്രവർത്തിച്ചു പോകേണ്ടത്, ഗുരുവിൻ്റെ ദേവവിയോഗശേഷവും പ്രസ്ഥാനം എങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് മുമ്പോട്ട് പോകേണ്ടതെന്നാണ് ഗുരു. അല്ല, അത് ഗുരു പല വർഷം 6 മാസം മുമ്പ് പോലെ പറയുന്നുണ്ടായിരുന്നല്ലോ. സന്യാസിമാരും ഗൃഹസ്ഥാശ്രമികളും കൂടെ ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുത്ത് സന്യാസിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണം. പക്ഷേ ഗൃഹസ്ഥാശ്രമികളും കൂടെ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. 6 മാസത്തോളം ഗുരു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെക്കുറിച്ച്, ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു, അതെങ്ങനെ മാറുമെന്ന് പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച്? ഇപ്പോഴത്തെ പ്രതിസന്ധിയെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. അല്ല, ഇപ്പോഴത്തെ പ്രതിസന്ധിയെക്കുറിച്ചല്ല, ഇങ്ങനെ അന്ന് ഗുരു ഇങ്ങനെ പ്രതിസന്ധി, ഒരു ഘട്ടം ഉണ്ടെന്ന്, ഇങ്ങനെ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു ഘട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മറുപടി ആദ്യം പറഞ്ഞതാണ്. 360 വർഷം കഴിഞ്ഞ് വരുന്ന ആളുകൾ
നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്ത് ചിന്തിച്ചു എന്ത് ചെയ്യുന്നവരെ കാണാൻ കഴിയുന്നവരാണ്. അപ്പം ഈ ജീവചരിത്രം എഴുതുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു ഇതൊന്നും വേണ്ടടാ, ഈ മണ്ണാങ്കട്ടയുടെ ഒന്നും ആവശ്യമില്ല, അല്ല അവർ നോക്കി ചെയ്തോളും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നോക്കി കാണുക, പറയുക, കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് തന്ന സ്നേഹം എന്താണെന്ന് വരുന്നവരോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് ഭക്ഷണം ആശ്വാസമൊക്കെ കൊടുക്കണമെന്നല്ലാതെ വേറൊരു കാര്യം ചെയ്യാൻ ഗുരു പറഞ്ഞിട്ടില്ല. ഇതാണ് എൻ്റെ അറിവ്. ഈ ഒരു കുട്ടി ഒരു സാറിനോട് ചോദിക്കാനൊരു ചോദ്യം എന്നത് പറയാൻ ആഗ്രഹിച്ചത് വിനായക സാറ് ഇപ്പം എന്നെ പോലെയുള്ള ഓരോ വ്യക്തികളും സാറിനെ കണ്ട് പരിചയപ്പെട്ട ഗുരുവിൻ്റെ അടുത്ത് എപ്പോഴും കാണുന്ന ആശ്രമത്തിൽ ചെന്നാൽ ഗുരുവിനെ കാണാനുള്ള സൗകര്യങ്ങൾ ഉടനെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു സമാധാനം, അതായത് ഉടനെ കാണാനുള്ള സൗകര്യം ചെയ്തു തരാം, വേണ്ടത് നമുക്ക് ചെയ്യാമെന്ന് പറയുന്ന ഒരു വിനായക സ്വാമിയാണ് സാധാരണക്കാർക്ക് അറിയുന്നത്. അപ്പം ആ സാറ് എന്തുകൊണ്ട് ആശ്രമം ഉപേക്ഷിച്ച് പോയി എന്ന് എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്, എന്നെ പോലെയുള്ള ഓരോരുത്തർക്കും അറിയാൻ ആഗ്രഹമുണ്ട് എന്നാണ് വിശ്വാസം. ആ ഒരു ചോദ്യം ചോദിക്കാൻ മറന്നു. ഇത് ഒരു പാലക്കാടുള്ള ഡോക്ടർ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ മകളാണ്, ധന്യ രവീന്ദ്രൻ. 2 കുട്ടികളായിരുന്നു, ആണും പെണ്ണുമായിട്ട്. മൂത്തത് പെണ്ണ് ധന്യ, ഇളയതൊരു. ഞാൻ ആശ്രമത്തിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ നിന്നാൽ പലരുടെയും ഉദ്ദേശ കാര്യങ്ങൾ നടത്താൻ ഒക്കത്തില്ല എന്ന് ബലമായി വിശ്വസിച്ചുകൊണ്ട് എന്നെ അവിടെ നിന്ന് പുറത്താക്കാനും കൊല്ലാനും ഉദ്ധരിപ്പിക്കാനും ഒക്കെ കാര്യങ്ങൾ അവർ ചെയ്തു. അപ്പം ഗുരു ഞാൻ അവിടെ ചെന്നപ്പോൾ മുതൽ എന്നോട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ, നീ അവരോട് വഴക്കുണ്ടാക്കി. അപ്പം മനസ്സിലായി എനിക്ക് ആരോട്. ഞാൻ അതിന് എതിരായിട്ട് നിന്നിരുന്നെങ്കിൽ വിശ്വാസികൾ കുറേ ഭാഗമെങ്കിലും എൻ്റെ കൂടെ കൂടും, 2 ഗ്രൂപ്പാവും, വഴക്കോ ലോകം അവസാനിക്കുന്നവരെ തമ്മിൽ വെട്ടും. സുന്നി ഷിയ എന്ന് പറയുന്ന 2 ഗ്രൂപ്പ് മുസ്ലിം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ നബീദ് തിരുമേനിയുടെ ആളുകൾ ഇന്നും വെട്ടി നടക്കുക. അതിന് അവസരം ഉണ്ടാക്കരുതെന്നാണ് ഗുരു എന്നോട് പറയാതെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറ്റുമോ അങ്ങനെ കയറി നിൽക്കാൻ? ഇല്ല, പറ്റില്ല. ഞാൻ ഒരു കമ്മിറ്റി വെച്ച് ജ്യോതിർമയനെ കൊണ്ട് പറയിപ്പിച്ചു. ഞാൻ ബാംഗ്ലൂർ വരെ നിന്ന് 18 ലക്ഷം രൂപ വാങ്ങിച്ചു. അന്ന് ഗോലക്ഷണം ഉടനെ പ്രസിഡൻ്റുണ്ട്. അപ്പോൾ പറഞ്ഞു എന്നാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച് മറുപടി കഴിക്കണമെന്ന് ഗോലക്ഷണോട് പറഞ്ഞു. അവരെ കൂടെയല്ലേ ഉണ്ടാക്കി. ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടേ വിവരം അറിയിച്ച് അവിടെ നിന്ന് കത്ത് വന്നു. 18 ലക്ഷം പോയിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് വെച്ച് ഞങ്ങളോട് ഒരു പൈസ ചോദിക്കുകയോ ഞങ്ങൾ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ സന്ദർഭം ഉണ്ടാക്കിയതിന് വേദന ഉണ്ടാക്കുന്ന അവരെ കത്തയച്ചതിൻ്റെ ഇരിക്കും. ഒരു ചോദ്യം കൂടെ ആ കുട്ടി ചോദിച്ചിട്ടുണ്ട്. കുട്ടി വിവാദമായി ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് ആശ്രമം ഉപേക്ഷിച്ച് പോയത്? അത് സാർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഉപേക്ഷിച്ച് പോയിട്ടില്ല. അവർക്ക് ഞാൻ അവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് അതിന് അവർ സന്ദർഭങ്ങളുണ്ടാക്കി. അപ്പം ഞാൻ അവിടെ നിന്ന് മാറിയിരിക്കണമെന്ന് ഗുരു ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ട് മാറിയതാണ്, അല്ലെങ്കിൽ ഞാൻ മാറത്തില്ല. അപ്പോൾ ഓവർ. 3ാമത്തെ എപ്പിസോഡിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിലുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഗുരുവിൻ്റെ സമകാലീനരായിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും സ്വന്തം അനുഭവം ലോകത്തിന് വേണ്ടി പങ്കുവയ്ക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഗുരുപദം പ്രോഗ്രാമിലേക്ക് അവരെയും സ്വാഗതം ചെയ്യും. ഗുരു ഈശ്വരൻ.